മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. മൊഴികൾ ഞെട്ടിപ്പിക്കുന്നതെന്ന് ഹേമ കമ്മിറ്റി. മലയാള സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചെന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് TCBക്ക് ലഭിച്ചു. നാലോണ നാളിൽ തൃശൂരിൽ പുലിക്കളി നടത്തുന്നതിൽ നിലനിന്നിരുന്ന ആശങ്കയൊഴിയുന്നു. പുലിക്കളിക്ക് അനുമതി ലഭിച്ചതായി സൂചന. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് 2 ദിവസത്തിനുള്ളിൽ പുറത്തുവരും. മുൻ MLA PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും MB ഗോവിന്ദൻ. ആറ്റൂരിൽ പൂട്ടിക്കിടന്നിരുന്ന റേഷൻ കടയുടെ പൂട്ടുപൊളിച്ച് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്, പോലീസുമായി വാക്കേറ്റം. കാഞ്ഞാണി പാവറട്ടി റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്കി യാത്രക്കാരെ വലച്ചു. കാഞ്ഞാണി ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BMS തൊഴിലാളികളാണ് പണിമുടക്കിയത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലുള്ളതെന്ന് റിപ്പോർട്ട് പറയുന്നു. നടിമാരുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾക്ക് അവസരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതി. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കുവാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്ത് ഉള്ളത്. ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 233 പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതിനാൽ ആളുകളുടെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി. 49 പേജിലെ 96 പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. നാലോണ നാളിൽ പുലിക്കളി നടത്തുന്നതിൽ നിലനിന്നിരുന്ന ആശങ്കയൊഴിയുന്നു. തൃശൂർ നഗരത്തിൽ അരങ്ങേറുന്ന പുലിക്കളിക്ക് അനുമതി ലഭിച്ചതായി സൂചന. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പുലിക്കളി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്ന ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമമാകുന്നത്. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉത്തരവ് 2 ദിവസത്തിനുള്ളിൽ പുറത്തിറക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പുലിക്കളി നടത്താൻ കോർപ്പറേഷന് അനുമതി നൽകാവുന്നതാണെന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച തുക അനുവദിക്കാവുന്നതാണെന്നും മന്ത്രിയുടെ ഉത്തരവിൽ പറയുന്നതായി സീതാറാമിൽ പുലിക്കളി സംഘം നേതാവ് കേശവദാസ് പറഞ്ഞു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂർ മുഴുവൻ ആശങ്കയിലായിരുന്ന ഈ പുലിക്കളി സംബന്ധിച്ച് ഇന്നൊരു തീരുമാനമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും പുലിക്കളി നടത്തുന്നതിനുള്ള അനുമതി കോർപ്പറേഷൻ നൽകുകയും ചെയ്തിരിക്കുകയാണ്. കോർപ്പറേഷന് കഴിഞ്ഞ ഒരു ആഴ്ച മുന്നേ തന്നെ നിവേദനം നൽകിയിരുന്നു. പക്ഷേ അതിൽ നടപടിയാവാത്തതിനെ തുടർന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ മന്ത്രിമാരായ ഡോക്ടർ ബിന്ദു, അതുപോലെ തന്നെ K രാജൻ, MLA ബാലേന്ദ്രൻ അടക്കമുള്ള ജനപ്രതിനിധികളുമായി നമ്മളിത് വിഷയം അവതരിപ്പിക്കുകയും സർക്കാർ തലത്തിലേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്തതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് ഇപ്പോൾ ഈ ഉത്തരവ് ഓർഡർ നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പുലിക്കളി നടത്താവുന്നതാണ്. പുലിക്കളി നടത്തുന്നതിന് കോർപ്പറേഷൻ അനുമതി നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം അനുവദിച്ച തുക പുലിക്കളി സംഘങ്ങൾക്ക് നൽകാവുന്നതാണ് എന്നാണ് അതിൽ പറയുന്നത്. പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ച് വളരെ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ മുഴുവൻ ജനങ്ങളുടെയും മീഡിയകളുടെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ വർഷവും നല്ല രീതിയിൽ തന്നെ പുലിക്കളി നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ. പുലിക്കളി നടത്തുന്നതിലെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേയർ സർക്കാരിന് നേരത്തെ കത്തയച്ചിരുന്നു. മുൻ MLA PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്ത തെറ്റാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശശി ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. രാജിവെക്കുമോ എന്നറിയില്ല. രാജിവെക്കുന്നുവെങ്കിൽ വ്യക്തിപരമായ തീരുമാനമാണെന്ന് MB ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി ഫണ്ട് തിരിമറി കേസിൽ CPM അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ PK ശശിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇന്നിപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് പറയണം. നിലവിലെ ചുമതലകളെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണ് തുടരും. ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഞാൻ പറഞ്ഞതിന് മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് തുടരും.
പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ തുടരും പ്രത്യേക പറയണ്ടേ. അങ്ങനെയല്ല, ഭൂതകാലം വർത്തമാനം പ്രത്യേകം അതിൻ്റെ ഭാവി കാലം പ്രത്യേകിച്ച് അല്ല, അപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളുണ്ടാവും, അറിയാൻ വേണ്ടി. അറിയില്ല അത് അദ്ദേഹം പാർട്ടി ആവശ്യപ്പെടണോ രാജിവെക്കാൻ? ഇല്ല. പൂട്ടിക്കിടന്നിരുന്ന റേഷൻ കട പൂട്ടുപൊളിച്ച് പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പോലീസുമായി വാക്കേറ്റവും നടന്നു. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ KM അബ്ദുൾ ഗഫൂറിന്റെ 237 ലൈസൻസി നമ്പറായിട്ടുള്ള റേഷൻ കടയാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ VU മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പൂട്ടുപൊളിച്ച് നടപടികൾ സ്വീകരിച്ച് സീൽ ചെയ്തത്. പൂട്ടുപൊളിച്ച് പരിശോധന നടത്തിയ അരിയും ഗോതമ്പും മറ്റു സാധനങ്ങളും ലോറിയിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. വിവരമറിഞ്ഞ് തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി സംഘടനാ പ്രസിഡന്റ് സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുടെ നടപടി ചോദ്യം ചെയ്തു. സപ്ലൈ ഓഫീസറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. ഈ മാസം 8-ാം തീയതിയാണ് അബ്ദുൾ ഗഫൂറിന്റെ റേഷൻ കടയിൽ കൃത്രിമം നടന്നുവെന്ന് ആരോപിച്ച് പരിശോധന നടത്തിയത്. ഇതിനെതിരെ റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുന്നതിന് മുൻപാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നടപടിയെന്ന് തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി പ്രസിഡന്റ് K. സേതുമാധവൻ, സെക്രട്ടറി സെബാസ്റ്റ്യൻ കൊച്ചേരി എന്നിവർ പറഞ്ഞു. അതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട റേഷൻ കടയിലെ പരിധിയിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് മുള്ളൂർക്കര പഞ്ചായത്തിലെ ഏത് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ അറിയിച്ചു. കാഞ്ഞാണി പാവറട്ടി റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. BMS തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. മന്ദഗതിയിൽ നടക്കുന്ന കൾവർട്ടുകളുടെ നവീകരണവും കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കാത്തതുമാണ് റൂട്ടിലെ വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. നിരവധി പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടും പൊതുമരാമത്ത് വകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ബസ് തൊഴിലാളികൾ പണിമുടക്കിയത്. അപകീർത്തി കേസിൽ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന് ജാമ്യം. ചാനൽ ചർച്ചയ്ക്കിടെ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാണ് കേസ്. ഗോപാലകൃഷ്ണൻ മനുസ്മൃതിയാണ് വിശ്വസിക്കുന്നതെന്നും ഭരണഘടനയിൽ വിശ്വാസമില്ലെന്നുമായിരുന്നു MB ഗോവിന്ദൻ ചർച്ചയിൽ പറഞ്ഞത്. ഇത് തിരുത്താൻ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടുവെങ്കിലും തിരുത്തിയില്ല. പിന്നീട് വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും ഗോവിന്ദൻ തിരുത്താൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഗോപാലകൃഷ്ണൻ ഹർജി നൽകിയത്. അപകീർത്തികരമായ പരാമർശത്തിനെതിരെ കോടതി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേസിൽ MB ഗോവിന്ദനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് MB ഗോവിന്ദൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തത്. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥികളായ 3 പേരെ കാണാനില്ലെന്ന് പരാതി. പാവറട്ടി വിളക്കാട്ടുപാടം സ്വദേശി ആനയടത്ത് പ്രവീണിന്റെ ഇരട്ടകളായ അഗ്നിദേവ്, ചാവക്കാട് തിരുവത്ര സ്വദേശി മുരളീധരന്റെ മകൻ രാഹുൽ എന്നിവരെയാണ് കാണാതായത്. തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിയിരുന്നില്ല. സ്കൂൾ സമയം കഴിഞ്ഞിട്ടും കുട്ടികൾ വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പാവറട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. റഷ്യയിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. റഷ്യയിലെ മലയാളി അസോസിയേഷൻ അംഗങ്ങളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. എംബസിയിൽ നിന്നുള്ള സ്ഥിരീകരണം കളക്ടർ വഴി ബന്ധുക്കൾക്ക് നൽകുമെന്നാണ് സൂചന. താമസിയാതെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. ഉത്തരവാദികൾക്കെതിരെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മോസ്കോയിലെ ഇന്ത്യൻ എംബസി കോൺസുലർ രാംകുമാർ തങ്കരാജിന്റെ ഇമെയിൽ സന്ദേശം സന്ദീപിന്റെ കുടുംബത്തിന് ലഭിച്ചു. സന്ദീപിനോടൊപ്പം റഷ്യയിലേക്ക് പോയിരുന്ന കൊടകര കനകമല സ്വദേശി സന്തോഷ് കുമാർ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇയാൾ സുരക്ഷിതനാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെയും വത്സലയുടെയും മകൻ 36 വയസ്സുള്ള സന്ദീപ് യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യയിലുള്ള മലയാളിയുടെ ശബ്ദ സന്ദേശം വാട്സാപ്പിലൂടെ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. സന്ദീപ് റഷ്യൻ സേനയുടെ ഭാഗമാണെന്നും സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു. ഇതിനിടയിലാണ് സന്ദീപ് ഉൾപ്പെടെ 12 അംഗ റഷ്യൻ സേനയിലെ പട്രോളിംഗ് സംഘം ആക്രമണത്തിന് ഇരയായത്. ചേലക്കര പഴയന്നൂരിൽ സുഹൃത്തുക്കളെ വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കാപ്പ പ്രതി ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം സ്വദേശികളായ ഫയാസ്, മനൂപ് എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ കൊടക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന പാലക്കാട് പുതുശ്ശേരി നീലിക്കാട് സ്വദേശി ജയകൃഷ്ണനെയും സുഹൃത്ത് വിനോദിനെയുമാണ് പ്രതികൾ വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രതികളെ കൃത്യം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ CI KA മുഹമ്മദ് ബഷീർ, SI DS ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയാണ് മനൂപെന്ന് പോലീസ് പറഞ്ഞു. MDMA മൊത്തവിതരണക്കാരനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ കൈനൂർ സ്വദേശി
കാങ്കളൻ വീട്ടിൽ ജ്യോതിഷിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപ് കരുവന്നൂർ തേലപ്പള്ളിയിൽ 20 ഗ്രാം MDMA-യുമായി ശ്യാം എന്ന യുവാവിനെ പിടികൂടിയിരുന്നു. ഈ കേസിന്റെ തുടരന്വേഷണത്തിലാണ് മൊത്തവിതരണക്കാരനായി ജ്യോതിഷ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാവറട്ടി പെരിങ്ങാട് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കൻ രാജുവിന്റെ വീട്ടിലെ 30ഓളം കോഴികളാണ് ചത്തത്. കോഴിക്കോടും തെരുവുനായ്ക്കൾ തകർത്തിട്ടുണ്ട്. ഏകദേശം 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. വെട്ടിക്കൽ സ്കൂളിന് സമീപം കൂട്ടമായി എത്തിയ തെരുവുനായ്ക്കൾ മദ്രസയിൽ പോവുകയായിരുന്ന കുട്ടികൾക്ക് നേരെ ഓടിയെത്തിയെങ്കിലും നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തെരുവുനായ ശല്യം സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പെരിങ്ങാട് പുഴയുടെ ആഴം കുറഞ്ഞത് പരിശോധിക്കാൻ ഫിഷറീസ് വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമെത്തി. ചെളിയും മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് പെരിങ്ങാട് പുഴ ആഴം കുറഞ്ഞ അവസ്ഥയിലാണ്. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് നേരിട്ട് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി സംഘമെത്തിയത്. ഫിഷറീസ് എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഓഫീസർ ടോണി ജോസഫ്, പ്രമോട്ടർ ശ്രീശുഗൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലത്തെത്തിയത്. പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി പഞ്ചായത്തുകളിലാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയത്. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ അബു കാട്ടിൽ, ഷൈജു തിരുനെല്ലൂർ, UK രാധാകൃഷ്ണൻ, അബ്ദുൾ അസീസ് എന്നിവരുമായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുമായും വിദഗ്ധ സംഘം പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. 2018 പ്രളയകാലത്ത് ഒലിച്ചുവന്ന മണ്ണും ചെളിയും മാലിന്യങ്ങളും വൻതോതിലാണ് പുഴയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്. പുഴ ചതുപ്പുനിലത്തിന് സമാനമായതോടെ മത്സ്യസമ്പത്ത് ഇല്ലാതായി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനമാർഗം നഷ്ടപ്പെട്ടു. പുഴയിൽ വെള്ളത്തിന്റെ സംഭരണശേഷി കുറഞ്ഞതോടെ തീരദേശ മേഖലയിലെ വീടുകളും സ്ഥാപനങ്ങളും വെള്ളക്കെട്ട് ഭീഷണിയിലായി. നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പരാതികളും മറ്റും കേട്ട ഉദ്യോഗസ്ഥ സംഘം വിശദമായ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രിമാർക്കും ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഉടൻ കൈമാറുമെന്ന് വ്യക്തമാക്കിയതായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹി ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. അവരുടെ വിഷമങ്ങളും പരാതികളും മനസ്സിലാക്കുകയും അവരുടെ വിഷമങ്ങൾക്കും പരാതികൾക്കും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് കൊടുക്കുമെന്ന ഉറപ്പിന്മേലാണ് മടങ്ങിയത്. പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടാൻ ജലസേചന വകുപ്പും ജില്ലാ പഞ്ചായത്തും പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും പുഴ പ്രദേശം റിസർവ് വനമാക്കി മാറ്റാനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയതിനാൽ ഒന്നും നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. TCV ന്യൂസ്, പാവറട്ടി. മണ്ണമ്പേട്ടയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണമ്പേട്ട തെക്കേക്കര സ്വദേശി ഐനിക്കൽ ബെന്നിയുടെ മകൻ 23 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മണ്ണമ്പേട്ട സെന്ററിന് സമീപത്തായിരുന്നു അപകടം. ആമ്പലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ തട്ടിയതിനു ശേഷം തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. പുല്ലൂർ ആനുരുളിയിൽ പണം വെച്ച് ചീട്ടുകളിച്ച സംഘത്തെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുക്കാട് സ്വദേശി കൂപ്പാട്ട് വീട്ടിൽ പരമേശ്വരൻ, കല്ലൂർ സ്വദേശി ചെറുവാൾക്കാരൻ വീട്ടിൽ റിൻഡോ, ആമ്പലൂർ സ്വദേശി പറവട്ടാനി വീട്ടിൽ ജെയ്സൺ, ചേർപ്പ് സ്വദേശി പള്ളത്തുപറമ്പിൽ വീട്ടിൽ ഷൌക്കത്ത്, അടിച്ചിലി സ്വദേശി കാങ്കുശ്ശേരി വീട്ടിൽ ശശി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, SI K അജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. വൻതോതിൽ പണം വെച്ച് ചീട്ടുകളിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായവരെന്ന് പോലീസ് പറഞ്ഞു. വഴികളിൽ പലയിടത്തായി ആളുകളെ കാവൽ നിർത്തിയാണ് ചീട്ടുകളി നടത്തിയിരുന്നത്. കാവൽ നിൽക്കുന്നവരുടെ കണ്ണുവെട്ടിച്ച് മഫ്തിയിലെത്തിയാണ് പോലീസ് സംഘം ഇവരെ പിടികൂടിയത്. ചിതറിയോടിയ സംഘത്തെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പോലീസ് പിടികൂടാതിരിക്കാൻ ഇടയ്ക്കിടെ സ്ഥലങ്ങൾ മാറ്റിയാണ് ഇവർ ചീട്ടുകളി സംഘടിപ്പിച്ചിരുന്നത്. 2 ലക്ഷം രൂപയോളം ഇവരിൽ നിന്ന് പോലീസ് പിടികൂടി. SI P ജയകൃഷ്ണൻ, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, B വിപിൻ, KJ ഷിൻഡോ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. നെട്ടിശ്ശേരി 44 നമ്പർ അങ്കണവാടിയിൽ നിന്നും പാമ്പിനെ പിടികൂടി. കെട്ടിടത്തിനുള്ളിലെ അലമാരയ്ക്ക് സമീപത്തു നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. തൃശൂർ പഴയനടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ തമിഴ് ബ്രാഹ്മണരുടെ യജുർ ഉപാകർമ്മം നടന്നു. യജ്ഞ ഉപവീതം, ബ്രഹ്മയജ്ഞം, തർപ്പണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ചടങ്ങുകൾക്ക് ബ്രാഹ്മണസഭ ജില്ലാ പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ, S കൃഷ്ണമൂർത്തി, ഹരിശങ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച ഇതിന്റെ തുടർച്ചയായി ഗായത്രി മന്ത്രജപവും ഉണ്ടാകും.
പാറമേക്കാവ് ക്ഷേത്രം ശ്രീകോവിൽ ഗർഭഗൃഹത്തിന് 27 കിലോഗ്രാം തൂക്കമുള്ള വെള്ളിവാതിലും മുഖമണ്ഡപത്തിന് 1 കിലോ 350 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണവാതിലും ചൊവ്വാഴ്ച സമർപ്പിക്കും. രാവിലെ ഉഷപൂജയ്ക്കും ദ്രവ്യകലശം, ബ്രഹ്മകലശം എന്നിവയ്ക്കും ശേഷം നിവേദ്യവും ഉച്ചപൂജയും കഴിഞ്ഞ് ചടങ്ങ് നടക്കും. വെള്ളി, സ്വർണം വാതിലുകൾ കൂടാതെ ഓടുകൊണ്ട് സോപാനവും പിച്ചള കൊണ്ട് കൈവരികളും ദ്വാരപാലകന്മാർക്ക് സ്വർണ്ണാലങ്കാരങ്ങളും ഇതോടൊപ്പം സമർപ്പിക്കും. പത്തനംതിട്ട പരുമല മാന്നാർ അനു അനന്തൻ ആചാരിക്കാണ് നിർമ്മാണ ചുമതല. ക്യാമറ കണ്ണിലൂടെ കൊടുങ്ങല്ലൂരിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന KR സതീശിന്റെ ക്ലിക്കിന് 4.5 പതിറ്റാണ്ടിന്റെ മിഴിവ്. തീരമേഖലയിലെ വാർത്തകൾക്ക് ചിത്രഭംഗി നൽകുന്ന മാധ്യമ ഫോട്ടോഗ്രാഫറാണ് സതീശൻ. 1975 ചിങ്ങം 1 സതീശൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കടന്നുവരുന്നത്. ആദ്യകാല ഫോട്ടോഗ്രാഫർ ധർമ്മപാലന്റെ ശിഷ്യത്വത്തിലാണ് തൊഴിൽ പഠിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ യാഷിക, മാമിയ എന്നിങ്ങനെ തുടങ്ങിയ ഇന്ന് അത്യാധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ സതീശന്റെ വിരലടയാളം പതിഞ്ഞ ചിത്രങ്ങൾ പതിനായിരങ്ങളാണ്. 45 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിന്റെ ഇന്നലെയെയും ഇന്നിനെയും അടയാളപ്പെടുത്തുന്ന 1000 ചിത്രങ്ങൾ സതീശന്റേതായുണ്ട്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ 3 തലമുറകളെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള അവസരം കൊടുങ്ങല്ലൂരിന്റെ ഈ സ്വന്തം ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി, മുഖ്യമന്ത്രിമാർ, ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരുടെ മുഖങ്ങളും സതീശന്റെ ഫ്രെയിമിൽ പതിഞ്ഞിട്ടുണ്ട്. കാലം മാറുമ്പോഴും കൊടുങ്ങല്ലൂരിലെ പൊതു സ്വകാര്യ ചടങ്ങുകളിലെ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമാണ് KR സതീശൻ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായി ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ സംഘടനാ വൈഭവവും കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളും അഭിനന്ദനാർഹമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു. തൃശൂരിൽ സംഘടിപ്പിച്ച ബഹ്റൈൻ കേരളീയ സമാജം പ്രവാസി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ പിള്ള അധ്യക്ഷത വഹിച്ചു. വർഗീസ് ജോർജ്, ജോസ് പുതുക്കാടൻ, ബെന്യാമൻ, രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഴീക്കോട് കടലിൽ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്ക് പടിഞ്ഞാറ് 10 നോട്ടിക്കൽ മൈൽ അകലെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ എറണാകുളം പള്ളിപ്പുറം സ്വദേശി പുത്തൻപുരയ്ക്കൽ ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പ്രത്യേക സംയുക്ത പട്രോളിംഗ് സംഘം പിടികൂടിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. നിയമ നടപടികൾ പൂർത്തിയാക്കി 2.5 ലക്ഷം രൂപ ബോട്ട് ഉടമയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്തു. ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത വകയിൽ ലഭിച്ച 50,225 രൂപ ട്രഷറിയിൽ ഒടുക്കി. കാലാവധി പൂർത്തീകരിച്ചിട്ടും കഴിഞ്ഞ 2 വർഷത്തിലേറെയായി അയോഗ്യരായി തുടരുന്ന SNDP യോഗ നേതൃത്വം സ്വയം രാജിവെച്ചൊഴിഞ്ഞ് മാതൃക കാണിക്കണമെന്ന് സൗത്ത് ഇന്ത്യൻ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി R വിനോദ്. തൃശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി ശ്രീനാരായണ സഹോദര ധർമ്മവേദി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BK സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അജന്തകുമാർ, VP ദാസൻ, എളലമ്പത്ത് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പഴമയും പുതുമയും ഇഴചേർന്ന വൈവിധ്യമാർന്ന അപൂർവ ഇനം ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരിടമാണ് 7 പതിറ്റാണ്ട് പിന്നിട്ട മതിലകം പുതിയകാവിലെ MKS സ്റ്റോഴ്സ്. വീടുകളിൽ പണ്ടുപയോഗിച്ചിരുന്നതും പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ളതുമായ അപൂർവ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വാങ്ങുന്നതിനും നിരവധി പേരാണ് ദിനംപ്രതി ഇതര ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇവിടേക്കെത്തുന്നത്. പുതിയകാവ് സ്വദേശി മുളമ്പറമ്പിൽ ഇക്ബാലിൻ്റേതാണ് കട. പിതാവ് സെയ്ദ് മുഹമ്മദ് തുടങ്ങിവെച്ച പലചരക്ക് കടയാണ് പിന്നീട് അപൂർവ വസ്തുക്കളുടെ വൻ ശേഖരമായി മാറിയത്. അടച്ചു വയ്ക്കാവുന്ന അലക്കുകല്ല്, പാമ്പ് തല്ലി, കയറുകൊണ്ടുള്ള ഉറി, പാത്രങ്ങൾ മറിയാതെ വെക്കാനുള്ള തെരിക, തൊപ്പിക്കുട, ഓലക്കുട, വൈവിധ്യമാർന്ന മൺഭരണികൾ, സമോവറിനൊപ്പമുള്ള ചായസഞ്ചി, കൈച്ചിരവ, വിവിധ തരം കുട്ടകൾ, പെട്ടിയിലാക്കി കൊണ്ടു നടക്കാവുന്ന ചെറിയ അരക്കല്ല് എന്നുവേണ്ട വലുതും ചെറുതുമായ വീട്ടിലേക്ക് ആവശ്യമായ എന്തും വാങ്ങാൻ ഇവിടേക്ക് എത്തിയാൽ മതി. കാർഷിക ഉപകരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് ഇവിടെ.
ദേശീയപാത 66-ൽ പുതിയകാവ് വളവിൽ തന്നെയാണ് കടയെന്നതിനാൽ ചുറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്ന പഴമ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒന്ന് കാണാനും പരിചയപ്പെടാനും ദിവസവും നിരവധി പേരെത്താറുണ്ടെന്ന് ഇക്ബാൽ പറയുന്നു. ഉപ്പായിട്ട് തുടങ്ങിയ സ്ഥാപനമാണിത്. ഞാനിതിൽ പഴക്കൂടി നിന്നിട്ട് 45 വർഷത്തോളമായി. ഞാനതുപോലെ ഇത് കൊണ്ടുനടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ പഴയ സാധനങ്ങളും ഇപ്പോഴും അന്നത്തെ മാതിരി ഇപ്പോഴും ഇവിടെ വിൽക്കപ്പെടുന്നത്. ഇതും അവരോ ജീവിത പ്രശ്നം കൂടിയാണിത്. ഇത് വിൽക്കുന്നതോട് അനുബന്ധിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മളിത് വിറ്റ് ഒഴിച്ച് അവർക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അയൽ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ ആവശ്യക്കാരെത്തുന്നത്. കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ഏതായാലും പഴമയെ കൂടെ ചേർത്ത് പിടിക്കുന്നവർക്ക് അത്താണിയാണ് ഈ കട. TCV ന്യൂസ്, കയ്പമംഗലം. CPI വിൽവട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രിയും പാർലമെന്റ് മെമ്പറുമായിരുന്ന BV രാഘവന്റെ പേരിൽ നിർമ്മിക്കുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് കൃഷ്ണപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI വില്ലടം സെക്രട്ടറി I. സതീഷ് കുമാർ, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB. സുമേഷ്, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ സാറാമ റോബ്സൺ, CP. ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്ക് സഹായം തേടുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ അവിട്ടപ്പള്ളി പരേതനായ കല്ലിങ്ങപ്പുറം ശ്രീധരൻ മകൻ ശ്രീയേഷാണ് ചികിത്സാ സഹായം തേടുന്നത്. വൃക്കകളിൽ കുമിളകൾ വരുന്ന ഗുരുതരമായ രോഗമാണ് ഈ യുവാവിനെ ബാധിച്ചിട്ടുള്ളത്. മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുമെന്നതിനാൽ എത്രയും വേഗം ഡയാലിസിസ് ആരംഭിക്കാനും വലത് വൃക്ക നീക്കം ചെയ്യാനുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. വലത് വൃക്ക നീക്കം ചെയ്യുന്നതിനും ഡയാലിസിസിനുമായി ഇതിനകം 7 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു. ഇടത് വൃക്ക നീക്കം ചെയ്യുന്നതിനും പിന്നീടുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുമായി ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചിലവ് വരും. അമ്മയും ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന ശ്രീയേഷിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാനാവുന്നതിലും അപ്പുറമായതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ യുവാവ്. ശ്രീയേഷിന്റെ ചികിത്സയ്ക്കാവശ്യമായ തുക സമാഹരിക്കുന്നതിന് പഞ്ചായത്ത് അംഗം സുമേഷ് മൂത്തമ്പാടൻ ചെയർമാനും ഷോബി കുണ്ടിൽ കൺവീനറുമായി ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ 170200004670 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. TCV ന്യൂസ്, കൊടകര. വാണിജ്യം. സാനിറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് വിപണന രംഗത്ത് 4 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രമുഖ സ്ഥാപനമായ ലാവിഷ് ഗ്രൂപ്പ് പ്രീമിയം ബ്രാൻഡുകളിലുള്ള ടൈലുകളുടെയും സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെയും വൻ ശേഖരവുമായി ഒരുക്കിയ പുതിയ ഷോറൂം ലാവിഷ് പ്രീമിയർ പ്രൈവറ്റ് ലിമിറ്റഡ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുറുപ്പൻ റോഡ് മന്നാടിയാർ ലൈനിൽ പ്രവർത്തനം ആരംഭിച്ച ലാവിഷ് പ്രീമിയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആശീർവാദ കർമ്മം കൂനമ്മൂച്ചി ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ നിർവഹിച്ചു. ഗുഡ് ഷെപ്പേർഡ് റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ TL ഔസേപ്പ്, പത്നി റോസലി ഔസേപ്പ് എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലാവിഷ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ലിൻസൺ തരകൻ, ഡയറക്ടർ പ്രിറ്റി ലിൻസൺ, ജനറൽ മാനേജർ ജിയോ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. ലാവിഷ് ഗ്രൂപ്പിന്റെ സ്വന്തം കെട്ടിടത്തിൽ 4 നിലകളിലായി 30,000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. സൊമാനിയോ, കജാരിയ, ക്യൂട്ടോൺ, ടോറിനോ, ജോൺസൺ, സിംപോളോ, എക്സാറോ, ഫ്രാങ്കെ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ വൈവിധ്യവും പുതുമയേറിയതുമായ ടൈലുകളുടെയും സാനിറ്ററി സാമഗ്രികളുടെയും ഏറ്റവും പുതിയ കളക്ഷനുകൾ ഈ ഷോറൂമിൽ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കിണങ്ങും വിധം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യത്തോടെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു. മന്നാടിയാർ ലൈനിലുള്ള ലാവിഷ് സാനിറ്ററീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സഹോദര സ്ഥാപനമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400063117. കെട്ടിട നിർമ്മാണ രംഗത്തെ പുത്തൻ ആശയങ്ങളും പ്രവണതകളും ഉൾക്കൊണ്ട് അകത്തളങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ ഐഡിയൽ വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു.
ഇന്റീരിയർ ഡിസൈനിംഗ് രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എടശ്ശേരി ഐഡിയൽ ഇന്റീരിയേഴ്സിന്റെ 22ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു. എടശ്ശേരി പുതുക്കുളങ്ങരയിൽ ആരംഭിച്ച ഐഡിയൽ ഏജൻസീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഐഡിയലിന്റെ സംഭാവന മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ കൈമാറി. ലയൺസ് ക്ലബ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ P ജയകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, 4ാം വാർഡ് മെമ്പർ സിംഗ് ബാലക്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. ഐഡിയലിന്റെ സാരഥികളായ ബിജു ഒല്ലേക്കാട്ട്, KD സുനിൽകുമാർ, ജോബി ഫ്രാൻസിസ്, സിൻകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഇന്റീരിയർ ഡിസൈനിങ്ങിന് ആവശ്യമായ ഗുണനിലവാരമുള്ള അലൂമിനിയം പ്രൊഫൈലുകൾ, PVC ഡോറുകൾ, PVC ഷീറ്റുകൾ, പ്ലൈവുഡ്, മൈക്ക, കിച്ചൺ ഉപകരണങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. ഫോൺ നമ്പർ 9336681777 8156817278. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ, വെള്ളി ഗ്രാമിന് 91 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3231 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. മൊഴികൾ ഞെട്ടിപ്പിക്കുന്നതെന്ന് ഹേമ കമ്മിറ്റി. മലയാള സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കോച്ചെന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് TCBക്ക് ലഭിച്ചു. നാലോണ നാളിൽ തൃശൂരിൽ പുലിക്കളി നടത്തുന്നതിൽ നിലനിന്നിരുന്ന ആശങ്കയൊഴിയുന്നു. പുലിക്കളിക്ക് അനുമതി ലഭിച്ചതായി സൂചന. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് 2 ദിവസത്തിനുള്ളിൽ പുറത്തുവരും. മുൻ MLA PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും MB ഗോവിന്ദൻ. ആറ്റൂരിൽ പൂട്ടിക്കിടന്നിരുന്ന റേഷൻ കടയുടെ പൂട്ടുപൊളിച്ച് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്, പോലീസുമായി വാക്കേറ്റം. കാഞ്ഞാണി പാവറട്ടി റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. കാഞ്ഞാണി ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BMS തൊഴിലാളികളാണ് പണിമുടക്കിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.